വിശാലമായ അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന ഈ ജാറങ്ങൾക്കും മക്കാമുകൾക്കൊക്കെയാണ്. ഇരിക്കട്ടെ, ഞാൻ അതിന്റെ ഇസ്ലാമിക വശം പറയാണ്. അള്ളാഹുവിന്റെ റസൂല് ഖബർ സിയാറത്ത് പുണ്യമാക്കി. ഇതിനാ നബി തിരുമേനി പുണ്യാക്കിയത്. ഒരുപാട് ഉപകാരങ്ങൾ അതുകൊണ്ടുണ്ട്, ഒരുപാട് ഗുണങ്ങൾ ഖബർ സിയാറത്ത് കൊണ്ടുണ്ട്. ഫസൂറുഹാ, നിങ്ങൾ ഖബറിടങ്ങളെ സന്ദർശിക്കണേ. തുദക്കിറുകുമുൽ മൗത്ത്, നിങ്ങൾക്ക് മരണചിന്തയുണ്ടാകും. അൽ ആഖിറ, പരലോക ചിന്ത ഉണ്ടാകും. മരണചിന്തയുണ്ടാകും, പരലോക ചിന്തയുണ്ടാകും. അത് നല്ലൊരു ഗുണകാംക്ഷയാണ്, ഒരു നല്ല സതുപദേശമാണ്. അതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ നനയിപ്പിക്കും, കണ്ണുകളെ ലോലമാക്കും. അതിൽ നിങ്ങൾക്ക് ഗുണപാഠമുണ്ട്, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. എത്രത്തോളം റിവായത്തുകളാണ് ഖബർ സിയാറത്തിന്റെ പുണ്യമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ചു പോയത്. ഒരുപാട് പുണ്യങ്ങളുണ്ട്. ഖബർ സിയാറത്തിന് ഒരുപാട് മെച്ചങ്ങളുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് ഫായിദകളുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണേ, പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിൽ ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ അബി, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ. തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറാളിയോട് സലാം പറയേണ്ടത് പോലും പഠിപ്പിച്ചു പോയവരാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറാളികളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അവർക്ക് വേണ്ടി റബ്ബിനോട് ദുആ ഇരക്കുകയാണ്, കണ്ണ് നനയുകയാണ്, ഹൃദയം പിടക്കുകയാണ്. നാളെയുടെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനൊരു ഖബറിനകത്ത് ഞാനും വന്ന് കിടക്കേണ്ടവനാണല്ലോ റബ്ബേ എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഈ ദുനിയാവിനോടുള്ള വിരക്തിയാണ്, ആഖിറത്തോടുള്ള മോഹമാണ് ഓരോ ഖബർ സിയാറത്തിലും വിശ്വാസിക്കുണ്ടാകേണ്ടതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തിയത് എങ്ങനെയാണെങ്കിൽ ഇന്ന് നാട്ടിലെ ഖബർ സിയാറത്തിന്റെ കോലം എന്താ? ഞാൻ വേഗം മനസ്സിലാക്കാൻ എൻ്റെ CD-യിൽ അല്പം മുമ്പും കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രസവത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ എപ്പോഴൊരു ഉദാഹരണം പറയാൻ വേണ്ടി, ഇതിപ്പോൾ ഒരു ഫ്ലക്സാണ്, നമ്മൾ ഈ ഫ്ലക്സിന്റെ കാലമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഫ്ലക്സ് വെച്ചു. ഹദീസ് വയ്ക്കരുത് കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. നബി ഒരു ഫ്ലക്സ് വെച്ചു. എന്ത്? ഖബർ സിയാറത്ത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ ഉമ്മാരും സഹോദരിമാരും നല്ല ശ്രദ്ധിക്കാം. നബി ഇങ്ങനെ എഴുതി, മരണചിന്ത ഉണ്ടാകും, പരലോക ചിന്ത ഉണ്ടാക്കും, കണ്ണ് നനയിപ്പിക്കും, ഹൃദയം ലോലമാക്കും, ഇതിൽ ഗുണപാഠമുണ്ട്, ഇതൊരു ഉപദേശമാണ്. ഹദീസിൽ 6 ലഫ്ള് അങ്ങനെ വന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണെന്ന് പറയുന്ന, സുന്നത്ത് ജമാഅത്ത് അവകാശപ്പെടുന്ന, സുന്നത്തും ജമാഅത്തും പേരിൽ മാത്രമുള്ള അഹ്ലുസുന്നയല്ല, അഹ്ലുശീഅത്തി വൽ ഖുറാഫാത്ത്, ആ ആളുകളും ഒരു ബോർഡ് വെച്ചു. ഉദാഹരണത്തിന് പുത്തമ്പള്ളിയിലെ ജാറത്തിലെ ബോർഡ്, മലപ്പുറം ജില്ലയിലെ പുത്തമ്പള്ളി. എന്താ പുത്തമ്പള്ളിയിലെ ബോർഡ്? മുഹമ്മദ് നബി വെച്ച ബോർഡ് നിങ്ങൾ വായിച്ചില്ല. ഇപ്പം എന്തൊക്കെയാണ് പുത്തമ്പള്ളിയിലെ ബോർഡ്? 1, പേപ്പട്ടി വിഷ നിവാരണം, സർപ്പ വിഷ നിവാരണം, ഉദ്ദിഷ്ടകാര്യ സാഫല്യം, കളഞ്ഞുപോയ വസ്തുക്കൾ തിരിച്ചു കിട്ടൽ, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാക്കി കൊടുക്കൽ. നബി വെച്ച ഫ്ലക്സിൽ എല്ലാം ആഖിറം. ഒരു ഖബർ കമ്മിറ്റിക്കാർ വെച്ച ഫ്ലക്സിലോ ഒക്കെ ദുനിയാവ്. പ്രിയമുള്ളവരെ, എവിടെയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഖബർ സിയാറത്ത്? ഏതാണ് അഹ്ലുസുന്നത്തിന്റെ ഖബർ സിയാറത്ത്? മുഹമ്മദ് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ രീതിയാണോ? അതല്ല, ഇതിനെ അട്ടിമറിച്ചിട്ട് അതൊരു ഖബർ വ്യവസായമാക്കി, അവിടുന്ന് വരുമാനമുണ്ടാക്കി, അതുകൊണ്ട് പള്ളി കയറ്റി, അതുകൊണ്ട് മദ്രസ കയറ്റി, അതുകൊണ്ട് ഒരുപാട് കോളേജുകൾ കയറ്റി, അതിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാരെ പുറത്തിറക്കുന്ന ഒരു ഇത്തരം സ്ഥാപനങ്ങളാണോ? ഇവിടെ ആലോചിച്ച് നോക്കണം. നമ്മുടെ നാട്ടിലെ നന്ദി ദാറുസ്സലാം, ഇവിടെ നാദാപുരത്ത്, ഞാൻ പേരൊന്നും പറയണില്ല, ആർക്കും പ്രയാസം ഉണ്ടാകണ്ട. ഇവിടെ ഉണ്ടല്ലോ കുറെ കോളേജുകൾ. നാദാപുരം കെട്ടനല്ലേ, ചൂണ്ടാകും ചെയ്തു, ഇങ്ങോട്ടങ്ങോട്ട് ഇവിടെ എവിടെയാണ് സാധനം അല്ലേ? എത്രയാണ് ഈ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ ഈ ശിർക്കിന്റെ ബിദ്അത്തിന്റെ ചോറും തിന്നിട്ട് വളർന്ന് വലുതായിണ്ടായതാ. ബലേക്കൊന്നും നമ്മൾ തൗഹീദ് പ്രതീക്ഷിക്കണ്ട, സുന്നത്ത് പ്രതീക്ഷിക്കണ്ട, ഹലാല് പ്രതീക്ഷിക്കണ്ട. ഞാനത് പറയുന്നത് ഒന്നും വിഷമം വിചാരിക്കരുത്. ആരെയും ചീത്ത പറഞ്ഞൊന്നല്ല, ആരെയും കുറ്റം പറഞ്ഞല്ല. ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കഴിച്ചവർക്കേ അള്ളാന്റെ ദീന് പച്ചയായി കൃത്യമായി പ്രവാചകന്മാരുടെ സ്വഹാബത്തിന്റെ ആ മാർഗത്തിലൂന്നി വിശദീകരിക്കപ്പെടാൻ സാധിക്കും. അല്ലാത്തവർക്ക് പറയാൻ പറ്റൂല. ഇതൊക്കെ ഒപ്പിച്ചുകൊണ്ടാനേ പറ്റുള്ളൂ. ഈ ഒപ്പിക്കലാണ് ഇപ്പൊ എല്ലാ പ്രശ്നത്തിന്റെ കാരണം. ഞാൻ പറഞ്ഞു വന്നത്, ഖബർ സിയാറത്തിന്റെ ഇസ്ലാം
ഖബർ സിയാറത്തിന്റെ ബിദ്അത്തായ വശം. ഇനി നോക്കി നിങ്ങൾ, ഈ ഖബർ സിയാറത്തിലേക്കാണ് ചെല്ലുക നമ്മൾ. എന്ത്? ഇത് ബിദ്അത്താണ്, ഇത് ബിദ്അത്താണ്. ഇസ്ലാം പഠിപ്പിച്ചത് ഖബറാളികളെ സന്ദർശിക്കണം. ഇതോ പ്രത്യേക ടൂർ പ്രോഗ്രാമാണ്. അങ്ങനെ ടൂർ പ്രോഗ്രാം ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല.